കാറ്റടിക്കുന്നുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമായ തമിഴ് മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനുള്ള കോപ്പ് കൂട്ടലുകൾ നടക്കുന്നുണ്ട്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം 5 വർഷത്തേക്കുള്ള ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പല്ല, മറിച്ച് കോർപ്പറേറ്റ് വർഗീയ ശക്തികൾക്കെതിരെ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ തീർക്കുന്ന വലിയൊരു പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ മണ്ണിൽ ഇനി നാം കാണാൻ പോകുന്നത്. MGRും കലൈஞർ കരുണാനിധിയും ജയലളിതയുമൊക്കെ അടക്കി വാണിരുന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് തമിഴ്നാട് കടക്കുകയാണ്. ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ തമിഴകത്തെ തെരുവുകളിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കിടയിലേക്കാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ നാടിമിടിപ്പ് കൃത്യമായി അറിയാവുന്ന നക്കീരൻ മാസിക തങ്ങളുടെ മെഗാ പ്രീപോൾ സർവേ ഫലങ്ങളുമായി കടന്നു വരുന്നത്. അത് നൽകുന്ന സൂചനകൾ വെറുമൊരു തെരഞ്ഞെടുപ്പ് സസ്പെൻസ് അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഗതിമാറ്റാൻ പോകുന്ന ചില വലിയ മുന്നറിയിപ്പുകളാണ്. ഏറ്റവും വലിയ സൂചന ഭരണ തുടർച്ചയുടേത് തന്നെയാണ്. 45.50% വോട്ടുകൾ നേടി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് സർവേ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് ഈ വലിയ മുന്നേറ്റം അവർക്ക് സാധ്യമായത്? അതിനുള്ള ഉത്തരം കിടക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളുടെ ബോർഡ് റൂമുകളിലല്ല, മറിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെ അടുക്കളകളിലാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മകളിർ ഉരിമൈ തുക ഉൾപ്പെടെയുള്ള ജനപ്രിയ പദ്ധതികൾ നൽകിയ ആശ്വാസം ചെറുതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ നവലിബറൽ നയങ്ങൾ സൃഷ്ടിച്ച വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും നട്ടം തിരിയുന്ന ഗ്രാമീണ മേഖലയിലെയും നഗരങ്ങളിലെയും തൊഴിലാളി വർഗത്തിന് ഈ ക്ഷേമ പദ്ധതികൾ വലിയൊരു കൈത്താങ്ങാണ്. കാവേരി നദീതടം അഥവാ ഡെൽറ്റ മേഖലകൾ എക്കാലത്തും DMKയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഉരുക്കുകോട്ടകളാണ്. തിരുവാരൂരിലും മണ്ണാർഗുഡിയിലുമൊക്കെ 50% മുകളിലാണ് DMKയുടെ വോട്ട് വിഹിതം. കോർപ്പറേറ്റ് ഭൂമാഫിയകൾക്കെതിരെയും കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയും നിരന്തരം പൊരുതുന്ന ഡെൽറ്റയിലെ കർഷകർ മതേതര സഖ്യത്തെ നെഞ്ചോട് ചേർക്കുന്നത് ഈ ജനകീയ നയങ്ങൾ കൊണ്ടാണ്. ചെന്നൈയുടെ പ്രാന്തപ്രദേശങ്ങളായ പല്ലാവാരത്തും താമ്പരത്തുമൊക്കെ 49% വോട്ടുകൾ നേടി ഈ സഖ്യം തങ്ങളുടെ നഗര സ്വാധീനവും അരക്കിട്ടുറപ്പിക്കുന്നു. എന്നാൽ ഈ വിജയക്കണക്കുകളിൽ മാത്രം അഭിരമിച്ച് മതേതര ചേരിക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. ഇവിടെയാണ് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു അപകടകരമായ യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നത്. ജയലളിതയുടെ മരണത്തിന് ശേഷം ഇല്ലാതാകുമെന്ന് കരുതിയ AIADMK എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ 38% വോട്ടുകൾ നേടി DMKയ്ക്ക് തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയെ മുഴുവൻ കാവി പുതപ്പിക്കാൻ ശ്രമിക്കുന്ന മുതലാളിത്തത്തിന് ചൂട്ടുപിടിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് AIADMK നൽകുന്ന രഹസ്യവും പരസ്യവുമായ പിന്തുണകളെ തമിഴ് ജനത ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ വ്യാവസായിക മേഖലയായ കൊങ്ങുനാട്ടിൽ AIADMKയ്ക്ക് 46% വരുന്ന സ്വാധീനമുണ്ട്. ഇത് നൽകുന്ന അപായ സൂചന എന്താണ്? വിയർപ്പൊഴുക്കുന്ന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവകാശ പോരാട്ടങ്ങൾ നടക്കേണ്ട ഒരു വ്യവസായ മേഖലയിലേക്ക് വലതുപക്ഷ ആശയങ്ങൾ എത്രത്തോളം നുഴഞ്ഞു കയറി എന്നതിൻ്റെ തെളിവാണിത്. 2021 കേവലം 4 സീറ്റിൽ ഒതുങ്ങിയ BJP ഇത്തവണ 27 സീറ്റുകളിലാണ് AIADMK സഖ്യത്തിൽ മത്സരിക്കുന്നത്. ദ്രാവിഡ പാർട്ടിയുടെ തോളിലേറി പാവപ്പെട്ടവൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് തമിഴകത്ത് കടന്നു കയറാനുള്ള ഈ ട്രോജൻ കുതിര തന്ത്രത്തെ പ്രതിരോധിക്കുക എന്നത് അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് വരാം. ദളപതി വിജയ്, വെള്ളിത്തിരയിലെ രക്ഷകൻ, തമിഴക വെട്രിക്കഴകം എന്ന പുതിയ പാർട്ടിയുമായി യാഥാർത്ഥ്യങ്ങളുടെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ 9.50% വോട്ടുകൾ നേടുമെന്നാണ് നക്കീരൻ പ്രവചിക്കുന്നത്. പരമ്പരാഗത പാർട്ടികളോട് മടുത്ത യുവാക്കളും മാറ്റം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരുമാണ് വിജയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നത്. ഷോളിംഗനല്ലൂർ പോലുള്ള IT നഗരങ്ങളിൽ ഈ ശതമാനം 13 വരെ എത്തുന്നു. കാരക്കുടിയിൽ ഇത് 14%. പക്ഷേ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരൻ ഇവിടെ ചോദിക്കേണ്ട വലിയൊരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. കേവലം ഒരു താരപരിവേഷത്തിനപ്പുറം തൊഴിലാളികളുടെയും കർഷകരുടെയും അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഈ പുതിയ പാർട്ടിയുടെ നിലപാടെന്താണ്? സ്വകാര്യവൽക്കരണത്തെയും അദാനി അംബാനിമാരുടെ കോർപ്പറേറ്റ് ചൂഷണങ്ങളെയും തടയാൻ വ്യക്തമായൊരു സാമ്പത്തിക നയമോ പ്രത്യയശാസ്ത്രമോ വിജയുടെ പാർട്ടിക്കുണ്ടോ? യാതൊരു തൊഴിൽ സുരക്ഷയുമില്ലാതെ രാപ്പകൽ പണിയെടുക്കുന്ന IT ജീവനക്കാരുടെയോ ഫാക്ടറി തൊഴിലാളികളുടെയോ അവകാശങ്ങൾക്കായി ഈ പാർട്ടി തെരുവിലിറങ്ങുമോ? കൃത്യമായ വർഗബോധമോ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളോ ഇല്ലാത്ത ഇത്തരം വൈകാരിക തരംഗങ്ങൾ
പലപ്പോഴും വോട്ട് ഭിന്നിപ്പിച്ച് പരോക്ഷമായി സഹായിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളെ തന്നെയാണെന്നുള്ളത് നാം മറന്നുകൂടാ. അതുപോലെ തന്നെയാണ് നാം തമിഴർ കക്ഷിയുടെ നേതാവ് സീമാൻ്റെ കാര്യവും. ഒറ്റയ്ക്ക് മത്സരിച്ച് 4.80% വോട്ട് അവർ നിലനിർത്തുന്നുണ്ട്. എന്നാൽ പൊതുവെ നോക്കുമ്പോൾ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം ഇതാണ്. വർഗസമരങ്ങളെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഐക്യത്തെയും തകർക്കാൻ മുതലാളിത്തം എക്കാലത്തും പ്രയോഗിക്കുന്ന ആയുധമാണ് ഭാഷാപരവും പ്രാദേശികവുമായ വംശീയത. ഒരു അന്യസംസ്ഥാന തൊഴിലാളി തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ജയിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാരാണ്. കാരണം തൊഴിലാളികൾ പരസ്പരം തല്ലുമ്പോൾ അവർക്ക് ചൂഷണം എളുപ്പമാകുന്നു. പരിസ്ഥിതി സംരക്ഷണവും തമിഴ് വികാരവും പറയുമ്പോഴും സങ്കുചിതമായ ഇത്തരം തീവ്ര ദേശീയതകൾ അത്യന്തികമായി ഭിന്നിപ്പിക്കുന്നത് സാധാരണക്കാരുടെ ഐക്യത്തെയാണ്. നക്കീലൻ സർവേയിലെ അവസാന കണക്കുകൾ നമ്മെ ശരിക്കും ഞെട്ടിക്കും. കാരക്കുടി, ഇന്ത്യയുടെ തെക്കേയറ്റമായ കന്യാകുമാരി, തിരുപ്പുലാംകുണ്ട്രം, ഭുവനഗിരി, ചിദംബരം തുടങ്ങിയ ഒട്ടേറെ മണ്ഡലങ്ങളിൽ DMK സഖ്യവും AIADMK സഖ്യവും തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ്. കൃത്യം സമനില. ഈ മണ്ഡലങ്ങളിൽ സീമാനും വിജയ്ക്കും ലഭിക്കുന്ന വോട്ടുകളായിരിക്കും യഥാർത്ഥത്തിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുക. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. കേവലം 100-200 വോട്ടുകൾക്കായിരിക്കും ഇവിടെ ഒരു ജനപ്രതിനിധി ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുക. അവസാന നിമിഷത്തെ അടിയൊഴുക്കുകളോ പണമൊഴുക്കോ ഈ സമവാക്യങ്ങളെ കാറ്റിൽ പറത്താം. വികസനവും മതേതരത്വവും പറയുന്ന ഒരു സ്ഥാനാർത്ഥി വെറും 100 വോട്ടിന് തോൽക്കുകയും പകരം ഒരു ഫാസിസ്റ്റ് അനുകൂല ശക്തി ഇവിടെ ജയിക്കുകയും ചെയ്താൽ അതിൻ്റെ വലിയ വില നൽകേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. അവസാനമായി ഒന്ന് പറയാം. 2026 തമിഴ്നാട് തെരഞ്ഞെടുപ്പ് സിംഹാസനത്തിനായുള്ള വെറുമൊരു വടംവലിയല്ല. അടിസ്ഥാന വർഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വലതുപക്ഷ കോർപ്പറേറ്റ് അജണ്ടകളെ പടിക്ക് പുറത്തു നിർത്താനുമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വലിയൊരു രാഷ്ട്രീയ ഇടപെടലാണ്. മാറ്റത്തിൻ്റെ കൊടിപിടിക്കാൻ പുതിയ അവതാരങ്ങൾ സിനിമാ സ്റ്റൈലിൽ വരുമ്പോഴും മതേതരത്വവും വർഗബോധവും മുറുകെ പിടിക്കുന്ന ജനകീയ ബദലുകൾക്ക് മാത്രമേ നാടിനെ രക്ഷിക്കാൻ കഴിയൂ. തമിഴ് ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധത ആർക്കൊപ്പം നിൽക്കുമെന്ന് വരുന്ന ആളുകൾ തെളിയിക്കും. പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. യാഥാർത്ഥ്യങ്ങളുടെ ഈ മഹാഭാരത യുദ്ധത്തിൽ അധ്വാനിക്കുന്നവൻ്റെ വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം. കാരണം ഇത് തമിഴകമാണ്. ഇവിടെ ചരിത്രം വഴിമാറുന്നത് സാധാരണക്കാരുടെ വിയർപ്പിലൂടെയാണ് എന്നുള്ളതുകൊണ്ട്.